രശ്മി തനിമ എക്സ്ക്ലൂസീവ്. തോട്ടിൽ മാലിന്യം തള്ളാൻ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് 50,000 രൂപ പിഴ ചുമത്തി ആരോഗ്യവകുപ്പ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കട്ടക്കോട് വില്ലിടുംപാറയിൽ പുല്ലുവിളാകം കണിയാംവിളാകം പാലത്തിന് സമീപം 2 ദിവസത്തിലേറെയായി ഹോട്ടൽ മാലിന്യം നിറച്ച് ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായുള്ള പരാതിയെ തുടർന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നടപടി. സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ നേരിട്ട് കാണുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് അധികൃതർ കണ്ടെത്തുകയും ചെയ്തു. വാഹനത്തിനുള്ളിൽ കറുത്ത പ്ലാസ്റ്റിക് ബാഗുകളിലായാണ് മാലിന്യം നിറച്ച് സൂക്ഷിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ സമീപ പുരയിടങ്ങളിലും ജലസ്രോതസ്സിലും മാലിന്യം നിക്ഷേപിക്കാനാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. ഇതിനു പുറമെ മാസങ്ങളായിട്ട് മാലിന്യ കച്ചവടമുള്ളതായും പ്രദേശവാസികൾ പറഞ്ഞു. മുൻപും ഇതേ വാഹനത്തിന് ഉടമയുടെ പേരിൽ 10,000 രൂപ പിഴ ചുമത്തിയിട്ട് ഇതുവരെയും പിഴ ഒടുക്കിയിട്ടില്ല എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. കാട്ടാക്കട പോലീസിൽ പരാതി അറിയിക്കുകയും വാഹനം പോലീസിന് കൈമാറുകയും ചെയ്തു. കട്ടക്കോട് വില്ലിടുംപാറ സ്വദേശിയായ സ്ത്രീയാണ് വാഹനത്തിന്റെ ഉടമയെന്നും ഭർത്താവാണ് മാലിന്യ കച്ചവടമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വേസ്റ്റ് നിക്ഷേപം, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വ്യാപകമായ വേസ്റ്റ് നിക്ഷേപം എന്ന് ജനങ്ങളുടെ പരാതി ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഞങ്ങളുടെ വില്ലിടുംപാറ കാട്ടാക്കട കട്ടക്കോട് വാർഡിൽ വില്ലിടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഒരു വേസ്റ്റ് നിക്ഷേപിച്ച ഒരു ലോറി ഞങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ഉടൻ തന്നെ ഞങ്ങൾ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നത് പരിശോധിച്ച് അതിൻ്റെ RC ഓണറെ കണ്ടു. RC ഓണറെ കണ്ടുപിടിച്ചു. വില്ലിടുംപാറ സുബിന എന്ന് പറയുന്ന സുബിന ഡി കെയർ ഓഫ് രാജൻ കുരിശിങ്കൽ ഹൗസ് എന്ന ആളിൻ്റെ വാഹനമാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്. അത് നിറച്ചും 2-3 ദിവസം പഴക്കമുള്ള സിറ്റിയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരം നഗരപ്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന മാലിന്യങ്ങൾ പുഴുവായി, പിന്നെ അത് മുഴുവൻ വളരെ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധത്തോടുകൂടി സ്മെല്ല് അതിൽ നിന്ന് വരുന്നുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യമാണ്. തൊട്ടടുത്ത് വില്ലിടുംപാറ ഒരു തോടുണ്ട്. ഈ തോട് യമനയാറ്റിലേക്ക് ചെന്ന് ലയിക്കുന്ന തോടാണ്. അതിൻ്റെ സമീപത്താണ് ഇത്രയും വൃത്തിഹീനമായി പുഴുവിരിക്കുന്ന ദിവസങ്ങൾ പഴക്കമുള്ള വേസ്റ്റുള്ള ലോറി കൊണ്ട് പാർക്ക് ചെയ്തിരുന്നത്. ലോറിയുടെ പുറകുഭാഗം പൂട്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നിന്നും പുഴുവരിച്ച വളരെ സ്മെല്ലുള്ളതുപോലെ വേസ്റ്റ് ഇങ്ങനെ ഒഴുക്കി വിടുകയായിരുന്നു. ആ അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടെടുത്ത് അവർക്ക് 50,000 രൂപയുടെ ഫൈന് പിന്നെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ പാർട്ടിക്ക് ഞങ്ങൾ ഫൈന് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് 10,000 രൂപ. അതും നാളിതുവരെ അടച്ചിട്ടില്ല. ഇത് ഇപ്പോൾ ഞങ്ങൾ പോലീസിൽ അറിയിച്ചത് കേസാക്കി വാഹനം സീസ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്.